നമസ്തേ, ധന്യാണ്. ഇന്ന് നമുക്ക് പഴുത്ത മാങ്ങ കൊണ്ടുള്ള ഒരു സ്വീറ്റ് കറിയാണുള്ളത്. ഇത് പുളിശ്ശേരി അല്ല കേട്ടോ. നമുക്ക് വേഗത്തിൽ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം നോക്കാം. വെളുത്തുള്ളി ഒരു 4 അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, താളിക്കാൻ വേണ്ടി കടുക് 1 ടീസ്പൂൺ, ഉലുവ ഒരു 7-8 എണ്ണം, പിന്നെ കുറച്ച് കറി ലീവ്സും ഒരു 2 ഉണക്കമുളകും. ഇനി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പഴുത്ത മാങ്ങ, പുളി ഒട്ടുമില്ലാത്ത പഴുത്ത മാങ്ങ. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഹെവി ബോട്ടം പാൻ അടുപ്പത്ത് വയ്ക്കുക. ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെജിറ്റബിൾ ഓയിൽ ആയിരുന്നാൽ മതി. നെയ്യോ ബട്ടറോ ഒന്നും അങ്ങനത്തെ ആനിമൽ ഫാറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എണ്ണ ചൂടാകുമ്പോൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് അതിലേക്കിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. മാറ്റി വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിലും ഇടാം. ഈ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പച്ചമുളകിലെ എരിവൊക്കെ എണ്ണയിലേക്ക് പിടിച്ചിട്ടുണ്ടാകും. ആ ഒരു എരിവ് മതി ഈ കറിക്ക്. സ്വീറ്റ്നെസ് ആണ് ഈ കറിക്ക് ഏറി നിൽക്കുന്നത്. പച്ചമുളക് മാറ്റി വയ്ക്കുകയാണ്. അതേ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഒരു 30 സെക്കൻഡ്സ് സോട്ടേ ചെയ്ത് കൊടുക്കുക. ഇനി പഴുത്ത മാങ്ങ ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, പാകത്തിന് ഉപ്പ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ പൊടികൾ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് അതിൻ്റെ നിറം ഒന്നും കൂടി ഒന്ന് നന്നാവും. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് അധികം നീളത്തിലുള്ള കറിയല്ല, കുറച്ചൊന്ന് കുറുകി നിൽക്കുന്ന കറിയാണ്. ഇനി അടച്ചു വെച്ച് വേവിക്കാം. പക്ഷെ ശ്രദ്ധിക്കണം, ഇത് മാമ്പഴം ആയതുകൊണ്ട് തന്നെ, പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഗ്രേവിക്ക് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ചേർക്കുന്നില്ല. തേങ്ങ മാത്രം സ്മൂത്തായിട്ട് അരച്ചെടുത്താൽ മതി. ഇത് അപ്പം കഷ്ണങ്ങൾ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ കുറേ കഷ്ണങ്ങൾ ഉടയാതെ ഉണ്ട്. ഈ പാകത്തിന് കിട്ടിയാൽ മതി. ഈ ഉടഞ്ഞ കഷ്ണങ്ങൾ കറിക്കൊരു ടെക്സ്ചർ കിട്ടാൻ സഹായിക്കും. ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ കഷ്ണങ്ങൾ കൂടുതൽ ഉടയാതെ ഇളക്കി കൊടുക്കുക. തേങ്ങ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് ഒന്ന് തിളയ്ക്കണ്ട. ചെറിയൊരു ചെറുതായിട്ട് ബബിൾസ് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അതിൻ്റെ മഞ്ഞളിൻ്റെ നിറം തേങ്ങയിൽ പിടിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. നമുക്ക് കറി അടുപ്പത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് താളിക്കാനുള്ള പാൻ വയ്ക്കാം. ചൂടാകുമ്പോൾ ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ആദ്യം കടുകും ഉലുവയും ചേർക്കാം. അത് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അതിനകത്തേക്ക്, ആ ചൂടുള്ള എണ്ണയ്ക്കകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കുക. അത് ആ താളിക്കുന്നതിൻ്റെ മണമൊന്ന് എൻഹാൻസ് ചെയ്യും. പിന്നെ കുറച്ച് നിറവും കിട്ടും. താളിപ്പ് കറിക്കകത്തേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക. റെഡിയാണ് കേട്ടോ.
വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ.